ഗുഡ് മോർണിംഗ്. അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ സിംഗപ്പൂർ എത്തിയ ദിവസം പറഞ്ഞിരുന്നു നമുക്ക് ലാസ്റ്റ് ഡേ ആകുമ്പോൾ ഒരു 6 hours അടുത്ത് ചാങ്കി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ടൈം കിട്ടുമെന്നുള്ളത്. അപ്പോൾ ടുഡേ ഫുൾ നമുക്ക് ചാങ്കി എന്തൊക്കെ അവിടെ ഉണ്ട്, അതിൻ്റെ ഷോപ്പിംഗ്, അതിൻ്റെ മുകളിലത്തെ ഗാർഡൻ, എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്ന് ഫുൾ കറങ്ങാൻ ആവശ്യത്തേക്കുള്ള ടൈമുണ്ട്. അപ്പം ഫുൾ കറക്കി കാണിക്കാമേ. ഇതാ നമ്മുടെ ചാങ്കി എയർപോർട്ടിലെ ജുവൽ ഷോപ്പിംഗ് സെൻറ്ററിലാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം. നമ്മൾ വന്ന ദിവസം താഴേന്ന് നമ്മളത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മോളിൽ നിന്നുള്ളൊരു വ്യൂ. മസ്റ്റ് വിസിറ്റ് എന്നാണ് പറയുന്നത് ഈ ചാങ്കി എയർപോർട്ടിലെ. ഈ ഒരൊറ്റ എയർപോർട്ട് ഉണ്ടല്ലോ, കഴിഞ്ഞ 8 വർഷമായിട്ട് വേൾഡ്സ് ബെസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എയർപോർട്ടിൻ്റെ അവാർഡ് കിട്ടുന്നുണ്ട് സ്കൈ ട്രാക്സിൽ നിന്ന്. വന്നേക്കുന്നത് ലെവൽ 5 ഏറ്റവും മുകളിലാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് പോലെയുണ്ട്, ഫുള്ള് പച്ചപ്പും മരങ്ങളും. നമ്മൾ താഴേന്ന് കണ്ട വാട്ടർഫോളില്ലേ, അതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അവിടെ നിന്ന് ഒരു മോണോറെയിലൊക്കെ ഇതിലേക്കൂടെ പോകും, ഏതൊക്കെയോ ട്രാൻസ്ഫേഴ്സ് കാണുന്നുണ്ടോ. ചുറ്റിന് ഫുള്ള് ചെടികളും മരങ്ങളുമാണ്. ഒരു ഫുൾ ഗ്രീൻ, ഒരു കൂളായി ഫീൽ ആട്ടോ ഈ L5 ചാങ്കി എയർപോർട്ടിൻ്റെ. ഇതൊരു എയർപോർട്ടിൻ്റെ ഉള്ളിലാണെന്ന് നമുക്ക് വിശ്വസിക്കുമോ? ഇത് ഫുള്ള് മരം തന്നെയാണ്, ഒറിജിനൽ മരങ്ങൾ തന്നെയാണ് അങ്ങോട്ട് നടക്കാൻ കാണുമ്പോൾ. ഇതിൻ്റെ ഉള്ളിൽ ഒരു മിറർ മെയ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ടിക്കറ്റഡാണ്, പൈസ കൊടുത്ത് കയറുന്ന ഇതാണ്. ഒരു $10-13 റേഞ്ച്. അവിടെ മുകളിലൊരു വ്യൂ പോയിൻ്റ് കണ്ടോ, ഫ്ലൈറ്റൊക്കെ ഫുൾ ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഏരിയ, അതും ടിക്കറ്റഡാണ്. ഇത് ആക്ച്വലി എല്ലാ സ്ഥലത്തും ഓരോ കുഞ്ഞോ ടിക്കറ്റാണ് ഓരോ സ്ഥലങ്ങൾക്കെല്ലാം. L5 നമ്മുടെ ചാങ്കി എയർപോർട്ടിൻ്റെ. പിന്നെ ആൾക്കാർ ഇത് തന്നെ കാണാൻ വരും. ഇങ്ങോട്ടാണ് കനോപ്പി പാർക്ക്, ഇതും ടിക്കറ്റഡാണ്. മാസ്റ്റർ കാർഡിൻ്റെ ഒരു കനോപ്പി ബ്രിഡ്ജ് ഉണ്ട്. ഇതും നമ്മൾ നടന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ വ്യൂ ചെയ്ത വാട്ടർഫോൾ ചെയ്ത് അപ്പുറത്തോട്ട് പോകുന്നതാണ്. ഇതൊരു $13. ശരിക്കും ഒരു പാർക്കിൽ വന്ന ഫീലാണ്. ഇതൊരു എയർപോർട്ടാണെന്ന് നമുക്ക് തോന്നില്ല. കണ്ടോ, ഒരു മോണോറെയിൽ പോകുന്നുണ്ടോ, അത് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫേഴ്സ് ആണെന്ന് തോന്നുന്നു ഓരോ ടെർമിനൽസ് തമ്മിലുള്ളത്. T1, T2, T3 ഒക്കെ ഉണ്ട് ഇവിടെ. ശരിക്കും ഒരു പാർക്കിൻ്റെ ഉള്ളിൽ വന്ന കൂട്ടുണ്ട്, മരങ്ങളും ചെടികളും ഫുഡ് ഏരിയാസും. തന്നെ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ വന്ന ഒരു ഫീലാണിത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഫുൾ ഫ്ലവേഴ്സും കനോപ്പി പാർക്കാണ്. അവിടെ ഫുൾ ഒരു നെറ്റും, ആ നെറ്റിൽ കൂടെ ഓടി കളിക്കാൻ പറ്റുന്ന ഒരു നെറ്റും. ഇതെല്ലാം ഈ കനോപ്പി പാർക്ക് ഏരിയ. നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത്. അപ്പുറത്തോടെ വന്നപ്പോഴാണ് ഷിഷെയ്ഡോ ഫോറസ്റ്റ് വാലി എന്ന് കണ്ടത്. ആ ഫോറസ്റ്റ് വാലിയിൽ കൂടെ നടന്ന് നമുക്ക് കുറേ മരങ്ങളുടെ ഇടയ്ക്കൂടെ പോകാം. ഇത് ലെവൽ 5 തൊട്ട് താഴെയുള്ള ലെവൽ 4. താഴോട്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ ഒരു ചെടികളുടെ മരങ്ങളുടെ സൈഡിൽ കൂടെ പോകുന്ന ഒരു ഏരിയയാണ് ഈ വാലി. ജസ്റ്റ് ഈ സ്റ്റെപ്സ് ഇറങ്ങി ഈ വാലി കൂടെ സൈഡിൽ ആ വാട്ടർഫോൾസ്, തന്നെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീല് ഞാൻ തോന്നാന്നാണ്. ഡമ്മി പോലത്തെ ടൈഗർ ബൊമ്മനെ വെച്ചിട്ടുണ്ട്. അവിടെയുണ്ട്, അവിടെയുണ്ട്, അപ്പുറത്തുണ്ട്. ഉണ്ടല്ലോ ഇവിടെ ഇച്ചിരി കൂളിംഗ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇനി ചെടികളുള്ളതുകൊണ്ടാണോ അതോ അത്യാവശ്യം നല്ലൊരു കൂൾ ഫീൽ ഇതിലേ കൂടെ നടക്കുമ്പോൾ ഈ ഒരു ഷെയ്ഡോ വാലി എന്ന് പറഞ്ഞാൽ. നമുക്ക് ആക്ച്വലി സമയമുണ്ട്, നമുക്ക് ബോർഡിങ്ങിന് ഇനിയും ഉണ്ടുള്ള ഒരു 2 മണിക്കൂർ കൂടുതൽ. അപ്പം ഇതിലേക്കൂടെ ഓരോ എക്സ്പീരിയൻസസും സംഭവങ്ങളും കണ്ടിങ്ങനെ നടക്കുക. ഇനി വന്നത് ദേ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് നമ്മൾ മോളിൽ നിന്ന് കണ്ടു. ഇനി താഴേന്ന് ഒരു ഉള്ളൊരു വ്യൂ നോക്ക്, അടിപൊളിയല്ലേ? പോർഷിൻ്റെ ഒരു കാറ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പ്രൊമോഷനായിട്ട്. എന്താ അറിയില്ല, ഒരു ഫുള്ള് ഗ്രാഫിറ്റിയോ ഒരു ഡിസൈനൊക്കെ ചെയ്തേക്കുന്ന ഒരു പോർഷിൻ്റെ ഒരു ബ്രാൻഡിങ് ആണെന്ന് തോന്നുന്നു. ആ വെള്ളച്ചാട്ടം വീഴുന്ന ഒരു ഫീല് കണ്ടോ? നമ്മൾ ആ ലെവലിൻ്റെ തൊട്ട് താഴത്തോട്ട് പോയതാണ്. ആ വെള്ളം അതിൻ്റെ അകത്തുനിന്ന് വീഴുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ലെവൽ B2 ഒരു ഐമാക്സിൻ്റെ ഷോ തിയേറ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെ അടിപൊളി എൻ്റർടൈൻമെൻറ്റ് ഏരിയാസ്, പാർക്ക്, ഫുഡ്, തിയേറ്റർ, വാട്ടർഫോള്, അടിപൊളിയായിട്ടുണ്ട്. ചാങ്കി എയർപോർട്ടിലെ ഫെസിലിറ്റീസ് ഒരുപാട്. നമ്മുടെ ടൈം ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ. അടിപൊളിയല്ലേ? ഇവരുടെ ഏതൊക്കെയോ പ്രൊമോഷൻസ് വരുന്നുണ്ട് സിനിമ തിയേറ്ററിൽ. ഇവിടെ ഇവരുടെ ഫുഡ് ഐറ്റംസ്. ഇപ്പോൾ കുറച്ച് സിനിമകളുണ്ട്, പക്ഷേ 1-2 ചൈനീസ് ടൈപ്പ് മൂവീസും പിന്നെ ഡ്യൂണുണ്ട്, പിന്നെ കുംഫു പാൻഡ 4 ഉണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു $10-13. കുട്ടികൾക്ക് കളിക്കാൻ ഒരു ട്രോപ്പിക്കൽ പ്ലേ ഫോറസ്റ്റാണ് ചാങ്കി എയർപോർട്ടിൻ്റെ ടെർമിനൽ 3.
പക്ഷേ ഒന്നും ഫ്രീ അല്ല കേട്ടോ, എല്ലാം പെയ്ഡാണ്. ഇത് $10 സിംഗപ്പൂർ ഡോളറാണ് ഇവിടെ. സമയം കളയാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളങ്ങനെ ചാങ്കി എയർപോർട്ടിൽ അത്യാവശ്യ സ്ഥലങ്ങളെല്ലാം കണ്ടു. നമ്മൾ ആ വാട്ടർഫോൾസ് കണ്ടു, മുകളിലുള്ള ചെടികളും സംഭവങ്ങളും കണ്ടു, താഴെ പോയി ആ തിയേറ്ററൊക്കെ കണ്ടു. ഇവിടെ വന്നിട്ട് ടെർമിനൽ 1 ഇവിടുത്തെ കുറച്ച് പ്ലേ ഏരിയ, ട്രോപ്പിക്കൽ ഫോറസ്റ്റും കുട്ടികൾ കളിക്കാനുള്ള അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കണ്ടു. ഇനിയിപ്പം നമ്മുടെ ഏകദേശം ബോർഡിംഗ് ടൈമായി. അപ്പോൾ പോയിട്ട് സെക്യൂരിറ്റി ചെക്കിന്, ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ലോഞ്ചിൽ പോകണം. ഇന്നും നമ്മൾ തിരിച്ചു പോകുന്നത് ശരിക്കും നമ്മുടെ എയർബസ് A380 ആണ്. അടിപൊളിയൊരു ഫ്ലൈറ്റാണ്. ഓൾമോസ്റ്റ് 800 പേരെടുത്ത് പാക്സ് ആൾക്കാരെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. എയർബസ് ആക്ച്വലി ആ സീരീസ് പ്രൊഡക്ഷൻ നിർത്തി. ഇനി ഇറക്കുന്ന എനിക്ക് തോന്നുന്നു എയർബസ് A350 ആണ്. അപ്പോൾ ഇനിയും കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ഔട്ട് ഓഫ് ഇത് പോകും. അപ്പോൾ അത് നല്ല സ്പേഷ്യസാണ്. മുകളിലത്തെ ഭാഗം ബിസിനസ്, താഴത്തെ ഭാഗം എക്കോണമി. അത് നമുക്ക് കാണാൻ എങ്ങനെ ഉണ്ടെന്ന് ആദ്യം ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട്. അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ചാങ്കി. സമയം കളയാൻ ഇഷ്ടംപോലെ സംഭവമുണ്ട്, പക്ഷേ എവിടെ തൊട്ടാലും പൈസ എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, സ്കൈ ട്രാക്സിൻ്റെ എയർപോർട്ട് ഓഫ് ദ ഇയർ കഴിഞ്ഞ 8 വർഷമായിട്ട് തുടർച്ചയായിട്ട് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 2023 12th ടൈമാണ് ഇവർക്ക് അവാർഡ് കിട്ടിയത് ചാങ്കി എയർപോർട്ടിന്. T3ലായിരുന്നു. ഇപ്പോൾ ഇവരുടെ ഈ സ്കൈ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ T2 ടെർമിനൽ 2ലോട്ടൊന്ന് പോവാം. അവിടുന്ന് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ടെർമിനൽ T1 ആണ്, T1ലോട്ട് പോകണം. മുകളിൽ നിന്നുകൊണ്ട് കണ്ടില്ലായിരുന്നോ നമ്മുടെ ഈ വാട്ടർഫോൾസ്? നമ്മൾ പറഞ്ഞില്ലേ ഒരു മോണോറെയിൽ പോകുന്നുണ്ടെന്ന്, ആ മോണോറെയിലാണിത്. ഇതിൽ കയറിയതാണ്. അപ്പോൾ ഇതായിരുന്നു മോണോറെയിൽ എന്നുള്ളതെയോ. എങ്ങനെ ഉണ്ടായിരുന്നു ജേഡി, ഇഷ്ടപ്പെട്ടോ? നമ്മൾ ജസ്റ്റ് ആ T2ലും എന്തുണ്ട്, സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ടെർമിനൽ 2 കൂടെ നോക്കിയിട്ട് നമ്മൾ തിരിച്ച് ടെർമിനൽ 1 വരണം. അവിടെ നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു ഫ്രണ്ടിനെ വിട്ടിട്ട് ചുമ്മാ T2 സ്കൈ ട്രെയിൻ പോയി കണ്ടെയ്നുണ്ടെന്ന് നോക്കാനായിരുന്നു. അപ്പോഴാണ് നമ്മളിപ്പോൾ കണ്ട ആ വാട്ടർഫോളും കാര്യങ്ങളും. ഇനിയിപ്പോൾ T2 പോയി അവിടെ എന്തുണ്ടെന്ന് നോക്കി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ തിരിച്ചെന്നിട്ട് നമുക്ക് ടെർമിനൽ 1 പോവാം. ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്ക് ടു ദുബായ് ടാറ്റ പോവാം. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു. നേരെ കയറി വരുന്നത് നമ്മുടെ ലൂയി വിറ്റോണിൻ്റെ ഷോറൂമാണ്. വേൾഡിലെ ഏറ്റവും എക്സ്പെൻസീവ് ബ്രാൻഡാണ് ലൂയി വിറ്റോൺ. വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ബ്രാൻഡ്സ് ആസ് ഇൻ ബാഗ്സും അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഐറ്റംസിൻ്റെ. തൊട്ടപ്പുറത്ത് ഡിയോറൊക്കെ ഉണ്ട്. അവിടെ ബോസും ഈ തൊട്ടിപ്പുറത്ത് പ്രാഡയും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാം. നമ്മൾ ഏർലി ചെക്ക് ഇൻ ചെയ്തായിരുന്നു, അതുകൊണ്ട് എക്സാക്ട് ഗേറ്റ് നമ്മുടെ ബോർഡിംഗ് പാസിൽ വന്നില്ല. ഇവിടെ ഒരു സ്കൂട്ടിൻ്റെ എയർലൈൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു തവണ ബാങ്കോക്കിൽ നിന്ന് പുക്കറ്റിലോട്ട് എങ്ങാണ്ട് ഇത് ഫ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ബ്രിട്ടീഷ് എയർവേസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഖത്തർ എയർവേസും ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ എയർബസ് A380ലോട്ട് ബോർഡിങ് തുടങ്ങി. ഇവരുടെ പ്രീമിയം എക്കോണമി, അതിൻ്റെ പ്രീമിയം വാഷ്റൂമും കാര്യങ്ങളും. വലിയ ഫ്ലൈറ്റാട്ടോ. അങ്ങനെ ഞങ്ങളുടെ എയർബസ് A380 യാത്ര വന്ന് ദുബായ് ടെർമിനൽ 3 എത്തി. ഇനിയും അടുത്ത ട്രിപ്പിൽ നമുക്ക് അടുത്ത സ്ഥലം കാണാം. ബൈ ബൈ.